6 മാസം മുമ്പ് നീയും നിന്റെ നാടോടിക്കൂട്ടവും കൂടെ ഇവിടുന്ന് പോകുമ്പോ കരഞ്ഞ് വിളിച്ചുണ്ടാക്കിച്ചതല്ലേ എന്നെ കൊണ്ട് ഈ ചെരുപ്പ്. അന്ന് കരഞ്ഞു പിടിച്ചുണ്ടാക്കിച്ചത് ഇന്ന് എനിക്ക് പാരയായിട്ട് മാറി. അല്ലെങ്കിൽ ഈ സ്വാമിയാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടകാല. ഒരു സന്തോഷമില്ലെന്നേ. ഈ സാമിപ്പണി എപ്പ തുടങ്ങി? ഓ, ഒന്നും പറയണ്ട ശിവണ്ണ. ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ചെമ്പക അവളുടെ വീട്ടുകാരും കുറെ ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി ഈ തലയിൽ വെച്ച് വരും. വിറ്റ് കിട്ടുക കാശിന്ന് നമ്മുടെ ചിലന് വല്ലതും വേണമെങ്കിൽ ചെമ്പകത്തിന്റെ കാല് പിടിക്കണം. അപ്പൊ കണ്ട വഴിയേ ഇത്. നമ്മൾ ഈ നാടോടി ജീവിതം ആയതുകൊണ്ട് സകല മനുഷ്യന്മാരുടെയും ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ അറിയാലോ. അത് വെച്ചൊരു കളിയാണ്. കൈനോട്ടം, സ്വാമി വേഷം, മഷിനോട്ടം, അങ്ങനെ പല വേഷമാണ്. ഒടുക്കം അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. അവരൊക്കെ എത്താറായോ? പിന്നെ കുമിളിയിൽ നിന്ന് കെട്ടിപ്പെറുക്കി പുറപ്പെട്ട് കാണും. പിന്നെ കൂട്ടത്തില് താമരയുണ്ട് കേട്ടാ. കൊച്ചു കള്ള, എനിക്കൊന്നും അറിയാൻ പാടെന്ന വിചാരം. എന്തറിയാന്ന്? പോടോ അവിടുന്ന്. പോട്ടണ്ണ, ഞാൻ ചുമ്മാ. താമര വരുമെന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ ഇക്കണക്കിന് അവള് വന്നാലോ. பள்ளிக்கூடம் சினிமா கோட்டை எல்லாமே அவன் வாயிலாக்கும். அவனை துறந்து விட்டது யாரு? இந்த காளியம்மையாக்கும். அவன் இந்த உலகமே முடிச்சிடும், சுட்டு சாம்பலாக்கும். അച്ഛാ, കാളിയമ്മ. ഓ, തുടങ്ങിയ എല്ലാത്തിനെയും ഞാൻ ഭസ്മാസുരന് കൊടുക്കും. ഇനിയും മിതുവാ പങ്ക്. ഭസ്മാസുരൻ വരുവാ. അച്ഛാ, എന്നെ എപ്പോഴാ സ്കൂളിലാക്കുന്നേ? ഇക്കൊല്ലം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഉടുപ്പ് മേടിച്ചു തരോ? നീലയും വെള്ളയും കൊടേ? ഓ, പക്ഷേ എന്നാറ്റി സ്കൂളിൽ കൊണ്ടുപോകും? അച്ഛൻ എന്തേ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ഒപ്പം സ്കൂളിൽ പോവായിരുന്നു. നിന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ ഒരമ്മ വേണമെന്നല്ലേ ഉള്ളൂ. അതിന് നിന്റെ അച്ഛൻ വിചാരിച്ചാ മതി. അറിഞ്ഞൂടാ, താമര വരണു. ഇത്തവണ നീ പെട്ടത് തന്നെ മോനെ, പെട്ടത് തന്നെ. താമരയൊക്കെ വരുന്നു പറഞ്ഞിട്ട് അച്ഛൻ ഒരു സന്തോഷമില്ലല്ലോ. മോള് സന്തോഷിച്ചു, അച്ഛൻ അത് മതി. എന്റെ കരിമ്പ് ചക്കരേ, എന്നെ കേൾപ്പിക്കാൻ ആരുമില്ലേ? അയ്യോ, വന്നിറങ്ങിപ്പോഴേ ചവിട്ടിക്കൂട്ടി. എന്താ സുന്ദര, എന്താ എന്താ ഇവളുമാരോടൊക്കെ മുട്ടാൻ പോയ പ്രശ്നമാ? ഓ, സുര പറഞ്ഞ ശരിയാ. ഈ പെണ്ണുങ്ങൾ വീഴുന്നതിനോ അല്ല വീഴ്ത്തുന്നതിനോ നീ ഇപ്പൊ വന്നതിന്റെ ഭാഗ്യം. ഓ, ഞാൻ ലോഡും വണ്ടി എടുത്ത് പോയപ്പോഴാ സുന്ദരൻ ഇവിടെ പണിക്ക് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്ല, നിങ്ങളൊക്കെ എപ്പോ എത്തി? നിങ്ങളെന്ന് പറയുമ്പോ സുന്ദരനും വീട്ടുകാരും. വീട്ടുകാരെത്തിയിട്ടില്ല, പക്ഷെ എത്തും. അപ്പൊ താമരയോ? അയ്യോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്ത്. താമരക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്ന 100 രൂപ ഇവിടെ എവിടെയോ പോയി. ഞാൻ ആരോട് നോക്കി ദൈവമേ. താമരക്ക് എന്ത് മേടിക്കാൻ? ഒരു സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്ന 100 രൂപ. അത് പോട്ടെ സുന്ദര, ഇതും കൊണ്ട് എല്ലാ സാധനവും വാങ്ങിക്കാം. ഓ, ഇന്ന് ഇനിയിപ്പോ പണിക്കേണ്ട കാര്യമില്ല. അതെന്താ? താമരക്ക് സാധനം വാങ്ങിക്കണ്ടേ? ഇവൻ ഇതിന്റെ ഒരു കെമിസ്ട്രി അറിഞ്ഞുകൂടാ കള്ളൻ. സുരേ, നിന്നെ ഇന്ന് കണ്ടില്ലല്ലോ. ഓ, എന്റെ ശിവണ്ണ, കാല് കണ്ട ആളെ പറയാനുള്ള നിങ്ങളുടെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു. ആട്ടെ, എവിടെ മധുര മീനാക്ഷി?
പണിക്കരിയേട്ടന്റെ കടയിൽ കാണും. ഇത് മിഠായിയാ, അവക്ക് കൊടുത്തേരെ. അവിടെ വെച്ചേക്ക്, കൈ അഴുക്ക. അല്ല ശിവണ്ണ, നാടോടികൾ വരുന്നു എന്ന് കേട്ടു. ശിവാണൻ അറിയില്ല ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അത് ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം സുരേ? താമര അറിയണ്ടേ? അറിയിച്ചല്ലോ, എത്ര വട്ടം. ഓരോ സീസണിലും അവൾ വരുമ്പോ എനിക്കതല്ലേ അവളോട് പറയാനുള്ളൂ. എന്താ ശിവണ്ണ താമര എൻ്റെ ഉള്ളു കാണാത്തെ? അതെ, നീ ഈ ഉളി കൊണ്ട് ചങ്കൊന്ന് കീറി കാണിച്ചു കൊടുക്ക, അവള് മനസ്സിലാക്കട്ടെ. തമാശ പറഞ്ഞല്ലടാ, അതുമൊക്കെ ഒരു മാർഗമാ. പത്രത്തിൽ കണ്ടതാ, എങ്ങാണ്ടുള്ള ഒരു പടം വരപ്പുകാരൻ അയാളുടെ കാമുകിക്ക് ചെവി മുറിച്ചു കൊടുത്തെന്ന്. മനസ്സ് നിറച്ചങ്ങ് ആഗ്രഹിക്കരുത് സുര. ഒരു പകുതി എപ്പോഴും കാലിയാക്കി വെച്ചേക്കണം. നിരാശ തോന്നിയാലും എടുത്തു വെക്കാൻ ഇടം വേണ്ടേ? അല്ലേ പിന്നെ നീ ഒരു കാര്യം ചെയ്, ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ടങ്ങ് ഉദ്ദേശിക്ക്. ഈ ശിവണ്ണൻ ഒരു മനസമാധാനത്തിനാ ശിവണ്ണന്റെ അടുത്ത് വന്നത്. ഉള്ള സമാധാനം കൂടെ പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോണേ. ശിവണ്ണൻ മനസമാധാനം കൊടുക്കാൻ പറ്റിയ ആളാ. മീനാക്ഷി, ഐശ്വര്യമായി ഗണപതിക്കൊരു പൊട്ടുവേ. അങ്ങനെ താമരക്ക എവിടേക്കാ പോയി? நிறைய സ്ഥലങ്ങൾ பார்த்தாச்சு. ஆனா மீனாட்சியை പോലെ ഒരു പൂനക്കുട്ടിയെ എങ്കവേ பார்த்ததில்லை. ശിവണ്ണെ പോലെ നല്ലവരായ ഒരാളെയും. എന്റെ അച്ഛൻ പാവാ. மீனாட்சி, ശിവണ്ണ ഉന്നോട് എന്നെ പറ്റി ഏതാவது പേശുമാ? നീ ആ കുഴന്തയെ അനുപ്പിവിട്. നീ പേശാമേരി. മീനാക്ഷി, ഞാനെ കൊണ്ടുവിട്. അതൊക്കെ നീ ഇവിടെ ആര്? അമ്മാവാ? അതില്ലാമേ ഒന്ന് സൂക്ഷിച്ച് നടക്ക്. ഓ, അവിടെ തുടങ്ങി രണ്ടാളും. തന്തയാണെങ്കി ഇങ്ങനെ താമര ഒന്ന് പിടിച്ചു. എന്നാ അപ്പ ഇത്? എന്നെ ആരും പിടിക്ക വേണ്ട. ബാലപ്പ കറക്റ്റ് അല്ലടി മോളെ, ബാലപ്പ കറക്റ്റ്. ഇന്നത്തെ ശല്യം തീർന്നു. കടവുളേ, ഇന്താള് തണ്ണി ഊത്താത്ത ഒരു നാളാവത് ഇരിക്കുമോ? മീനാക്ഷി, അച്ഛാ, കുഴന്തയൊന്നും കഴിച്ചിട്ടില്ല. അച്ഛനും കിടക്കണം. ഓ, അച്ഛനെന്താ താമരക്കയോട് മിണ്ടാതെ? താമരക്കയുടെ അച്ഛൻ വഴക്കാ? ഏയ്, താമരക്ക പാവാ, ചെമ്പകം അസത്താ. എനിക്കിഷ്ടമല്ല. എന്റെ മോൾ ഉറങ്ങിക്കോ. ദേ അമ്മ.